ഇന്ന് ആണ്ടുവട്ടത്തിലെ 10-ാം ഞായറിൽ നാം പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുവാൻ തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്നലെ നാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിച്ചു. ഈ ഇരു ഹൃദയങ്ങളും മനുഷ്യരുടെ തുടിപ്പുള്ള, ചലനമുള്ള, രക്തധമനികളുള്ളതും എന്നാൽ പാപത്തിൽ നിന്നും വിമുക്തവുമാണ്. അതിനാൽ മുറിവേറ്റ മനുഷ്യ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ, വെച്ചുകെട്ടുവാൻ, ശുദ്ധീകരിക്കുവാൻ ഇവർക്ക് കഴിയും. ഈ അമ്മയും മകനും ലോകത്തിനു വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ എത്രയോ വലുതാണ്. നമ്മെ ചെറുപ്രായം മുതൽ സ്നേഹിക്കുകയും നടക്കുവാനും ഇരിക്കുവാനും ശ്വസിക്കുവാനും ദിനകൃത്യങ്ങൾ ചെയ്യുവാനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഹോശേയ പ്രവാചകൻ 11:1-9 ഇന്നത്തെ ആദ്യ വായനയിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വ്യാപ്തിയും അറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുവാൻ 2-ാം വായനയും ക്രിസ്തുവിൻ്റെ മരണം സ്ഥിരീകരിക്കുവാൻ പടയാളി കുന്തം കൊണ്ട് അവിടുത്തെ വിലാവിൽ കുത്തി മുറിവേൽപ്പിച്ചതും ഇന്നത്തെ സുവിശേഷത്തിലൂടെയും നാം ധ്യാനിക്കുന്നു. അവൻ്റെ വിലാവിൽ നിന്നും നിർഗമിച്ച വെള്ളവും രക്തവും നമുക്ക് രക്ഷയുടെ ആക്കം കൂട്ടി. സൗഖ്യം കിട്ടി, മുറിവുണങ്ങി. മുറിവേറ്റവന്, സഹിക്കുന്നവന്, വേദന അനുഭവിച്ചവരെ മനസ്സിലാക്കാനാകും. അവൻ തൻ്റെ ഹൃദയത്തിലേറ്റ ക്ഷതം മാനവകുലത്തെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചു. എന്നാൽ ഈ മോചനത്തിന് നാം യോഗ്യരാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം തേടുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, വേദന, ഒറ്റപ്പെടുത്തലുകൾ ഇവയെല്ലാം ദൈവത്തെ പ്രതി സഹിക്കുവാനും അവൻ്റെ സ്നേഹത്തെ പ്രതി അവനോടൊപ്പം ചേർന്ന് വിശ്വാസപൂർവം നേരിടുവാനും നമുക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള യേശു നമ്മുടെ ഹൃദയം അവിടുത്തെ ഹൃദയത്തിന് അനുരൂപമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.